ഞാൻ നിങ്ങളുടെ സ്വന്തം VS വിരാജിട്ടുണ്ട്. ഇന്ന് മഹാമാന്ത്രിക ശക്തിയുള്ള ചില യന്ത്രങ്ങളെപ്പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് ഇത് ശ്രീ യന്ത്രമാണ്. അഷ്ട ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വിവാഹേതരമായ ചില തടസ്സങ്ങൾ വരുമ്പോഴും ഗൃഹത്തിൽ വിധിപ്രകാരം നാമനക്ഷത്രാദികൾ ലിഖിതം ചെയ്ത് വേണ്ട വിധത്തിൽ പൂജ ചെയ്ത് ഇപ്രകാരം ചെയ്തു വെക്കേണ്ട ഒരു യന്ത്രമാണ് ശ്രീയന്ത്രം. അഷ്ട ഐശ്വര്യങ്ങളും ഫലസിദ്ധിയും സമ്പൽ സമൃദ്ധിയും വസ്തു വാഹന ഗൃഹ സംബന്ധമായ ഉയർച്ചയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു യന്ത്രമാണ് ഈ ശ്രീയന്ത്രം. അടുത്തത് കുബേരയന്ത്രം. കുബേരയന്ത്രം സാധാരണ അങ്ങനെ ആർക്കും എഴുതി കൊടുക്കുന്ന ഒരു യന്ത്രമാണ്. ഇപ്രകാരമാണ് കുബേരയന്ത്രം ചെയ്യുന്നത്. ഇത് നമ്മൾ വ്യാവസായിക അഭിവൃദ്ധിക്ഷയുണ്ടായി മാനസികമായി ചില പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പോകുമ്പോൾ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ചില അടുപ്പമുള്ള വ്യക്തികൾക്ക് എഴുതി കൊടുക്കുന്ന ഒരു സംഭവമാണ് കുബേരയന്ത്രം. ഭഗവാൻ പോലും കുബേരൻ്റെ നിന്ന് കടം മേടിച്ചല്ലേ, എന്നിട്ട് എന്താ പറഞ്ഞേ, നാളെ തരാണ്. അപ്പം ഈ യന്ത്രം വെച്ചിട്ട് എങ്ങനെ ആരടുത്ത് പൈസ ആവശ്യപ്പെട്ടാലും കിട്ടും എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ ഫലം. അതായത് വ്യാവസായിക അഭിവൃദ്ധി ക്ഷേമ കൗൺസിലൊക്കെ നമുക്ക് നശിച്ചു പോകുന്നത് കണ്ടിട്ടില്ലേ, അവർക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു യന്ത്രമാണ് കുബേരയന്ത്രം. ഇത് നമ്മൾ തന്നെ ഇവിടെ എഴുതി ഇവിടെ നമ്മൾ തന്നെയാണ് ഫ്രെയിം ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. അടുത്തത് മഹാലക്ഷ്മി യന്ത്രം. ഇത് മഹാലക്ഷ്മി യന്ത്രമാണ്. ഇതും അങ്ങനെ ആർക്കും എഴുതി കൊടുക്കത്തില്ല, വളരെ റെയറായിട്ട് എഴുതുന്നൊരു സംഭവമാണ്. വ്യാവസായിക അഭിവൃദ്ധി ക്ഷേമവും കുടുംബത്തിലുണ്ടാകുന്ന സമ്പദ്ഘടനയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം ഒക്കെ വരുമ്പോൾ, അതുപോലെ ഐക്യമത്യം കുറയുമ്പോൾ, അനർത്ഥങ്ങൾ ഏറി വരുമ്പോൾ ഒക്കെ എഴുതി വെക്കുന്ന ഒരു യന്ത്രമാണ് മഹാലക്ഷ്മി യന്ത്രം. ഇങ്ങനെ ഒരു 1000-ൽ പരം യന്ത്രങ്ങൾ നമ്മൾ തന്നെ ഇവിടെ എഴുതി ഫ്രെയിം ചെയ്ത് ഇതേപോലെ പൂജയൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു യന്ത്രം ഒരാളെ കൊണ്ട് എഴുതിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മുടെ നാമനക്ഷത്രാദികൾ ലിഖിതം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് അത് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ എൻ്റെ കൂടെ നിർത്തിയാണ് ഞാൻ എഴുതിയത് അല്ലേ, അദ്ദേഹത്തിനെ എൻ്റെ കൂടെ നിർത്തിയാണ് ഞാൻ യന്ത്രം എഴുതിയത്. അപ്പോൾ അദ്ദേഹം കൂടെ മനസ്സിലാവണം ഇത് ഇന്ന യന്ത്രമാണ്, ഇതിനകത്ത് ഇന്ന മന്ത്രങ്ങളാണ് എഴുതിയിരിക്കുന്നത്, ഇവിടെയാണ് എൻ്റെ വീട്ടിലെ എല്ലാവരെയും പേരുന്നാളും അല്ലേ, പൊതുവേ. അപ്പം അങ്ങനെ വേണം ഓരോ യന്ത്രങ്ങൾ ചെയ്യാൻ. ഇത് വിധിപ്രകാരം പൂജ ചെയ്ത് അവർ കൊണ്ടുവന്ന് വെക്കുകയും നിത്യം ഇതിൻ്റെ മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് പൂർണ്ണമായ ഫലം ലഭിക്കൂ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരാളെ കൊണ്ട് ഒരു യന്ത്രം എഴുതിയിരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുക, ഞങ്ങളുടെ പേരുന്നാളും എവിടെയാണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളതിൽ എഴുതിയിരിക്കുന്നത്, കൃത്യമായിട്ട് നിങ്ങൾ ബോധ്യപ്പെടണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിൽ തന്നെ അദ്ദേഹത്തോട് അത് എഴുതാൻ ആവശ്യപ്പെടണം. നന്ദി.